ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 9ാം ക്ലാസ്സിലെ ബയോളജി ആനുവൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിനു മുമ്പ് ആനുവൽ എക്സാമുമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റ് ക്ലാസ് 9 ആനുവൽ എക്സാം എന്ന പ്ലേലിസ്റ്റ് കാണും. അപ്പോൾ എല്ലാവരും കാണുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്ന വഴി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ ഒക്കെ മനസ്സിലാവുകയും ചെയ്യും. അതേപോലെ തന്നെ 3-4 ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ കുറേ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും. ഓക്കെ, നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. 40 മാർക്കിനാണ് ചോദ്യമുള്ളത്. 1.5 മണിക്കൂറാണ് സമയം. ആദ്യത്തെ ചോദ്യം, ഐഡൻറ്റിഫൈ ദ വേർഡ് റിലേഷൻ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഡിവിഷൻ ഓഫ് സൈറ്റോപ്ലാസം, സൈറ്റോകിനീസം. അപ്പോൾ ഡിവിഷൻ ഓഫ് സൈറ്റോപ്ലാസം അറിയപ്പെടുന്നത് സൈറ്റോകൈനസിസ് എന്നാണ്. ഡിവിഷൻ ഓഫ് ന്യൂക്ലിയസ് എന്താണ് അറിയപ്പെടുന്നത്? കാരിയോകൈനസിസ്. എന്താണ് കാരിയോകൈനസിസ്? ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ടു മൈറ്റോസിസ് ഫ്രം ദ ഫോളോയിങ്. ഓക്കെ, മൈറ്റോസിസുമായി ബന്ധപ്പെട്ടത് എടുത്തെഴുതാനാണ്. ഒക്കേഴ്സ് ഇൻ germinal cells, mode of cell division in which gametes are formed. 4 daughter cells are formed from one single mother cell. Mother cells and daughter cells have some chromosome number. അപ്പോൾ ഇതിൽ കറക്റ്റ് ഏതാണ്? മദർ സെൽസ് ആൻഡ് ഡോട്ടർ സെൽസ് ഹാവ് സം ക്രോമോസോം നമ്പർ. ഓക്കെ, ഇനി അടുത്ത ഫൈൻഡ് ഔട്ട് ഓഡ് വൺ ആൻഡ് റൈറ്റ് ദ കോമൺ ഫീച്ചർ ഓഫ് അതർ. ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ കാരോട്ടിൻ, സാന്തോഫിൽ. ഏതാണ്? ക്ലോറോഫിൽ എ. അത് സാറ് ആക്സസറി പിഗ്മെൻറ്റ്സ് ആണ്. ക്ലോറോഫിൽ എ ആണ് ഇതിൽ ഓഡ് 1. ക്ലോറോഫിൽ ബിൽ കരോട്ടിൻ സാന്തോഫിലൊക്കെ കളറിങ് പിഗ്മെൻറ്റ്സ് ആണ്. ഇനി അടുത്തത് ഈ ഒരു ഐഡൻറ്റിഫൈ ദ ജോയിൻറ്റ് ഇൻഡിക്കേറ്റർ ദ ഫോളോയിങ് ഫിഗർ. ഇത് ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ്. ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ ആണ്. എന്താണ്? ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ ആണ്. ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. കറക്റ്റ് മിസ്റ്റേക്ക് ഇഫ് എനി ഇൻ ദ അണ്ടർലൈൻഡ് പാർട്ട് ഓഫ് ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ്. ഇതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങളോട് തിരുത്താനാണ്. ഓക്കെ, നെഫ്രീഡിയ ആർ ദ എക്സ്ക്രീറ്ററി ഓർഗൻസ് ഓഫ് ഇൻസെക്ട്സ്. അപ്പോൾ ഇത് തെറ്റാണ്. ഇൻസെക്ട്സിൻ്റെ നെഫ്രീഡിയ എന്ന് പറയുന്നത് എന്തിനാണ്? എർത്ത് വോമിൻ്റെ എക്സ്ക്രീറ്ററി ഓർഗനാണ്. അപ്പോൾ എർത്ത് വോം എഴുതാം. ഇനി അടുത്തത്, കോൺട്രാക്റ്റഡ് വാക്യൂൾസ് ആർ ദ എക്സ്ക്രീറ്ററി ഓർഗൻസ് ഓഫ് അമീബ. ശരിയാണ്. എക്സസ് വാട്ടർ ഇൻ ഗ്രാസസ് ഈസ് എലിമിറ്റഡ് ത്രൂ സ്മോൾ പോസ് പ്രസൻറ്റ് അറ്റ് ദ ടിപ്പ് ഓഫ് ദ ലീവ്സ് കോൾഡ് ഹൈഡത്തോട്സ്. അതും കറക്റ്റാണ്. യൂറിയ ഈസ് ദ മെയിൻ എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ് ഓഫ് റെപ്റ്റൈൽസ് ആൻഡ് ബേർഡ്സ്. അപ്പോൾ യൂറിയ അല്ല, യൂറിക് ആസിഡാണ്. യൂറിക് ആസിഡാണ് എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ് ഓഫ് റെപ്റ്റൈൽസ് ആൻഡ് ബേർഡ്സ്, യൂറിക് ആസിഡ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെലക്ട് ദ കറക്റ്റ് പെയേഴ്സ് റിലേറ്റഡ് ടു എക്സിയോസ്കെൽറ്റൺ ഫ്രം ദ ഫോളോയിങ് ഓപ്ഷൻ. സ്കൾ 29, റിബ്സ് 24, വെട്രിബൽ കോളം 30. അപ്പോൾ ഇതിൽ കറക്റ്റ് എന്താണ്? സ്കൾ 29, അതേപോലെ റിബ്സ് 24. ഇതിൽ കറക്റ്റ് ഏതാണ്? സ്കൾ 29, റിബ്സ് 24. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആൻസർ എനി 6 ഫ്രം ദ ക്വസ്റ്റ്യൻ 7 to 30. ഓക്കെ, ഗ്ലൂക്കോസ്, ATP, പൈറൂവിക് ആസിഡ്, ബാക്ടീരിയ. ഇവിടെ എന്താണ്? ഇവിടെ ലാക്റ്റിക് ആസിഡാണ് വരിക. ലാക്റ്റിക് ആസിഡ്. ഇനി ഇവിടെ എന്താണ്? യൂറിക് ആസിഡ്. ഓക്കെ, ഈസ്റ്റ്, യൂറിക് ആസിഡ് പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. ഇൻ വിച്ച് സർക്കംസ്റ്റൻസ് ഫോർമേഷൻ ഓഫ് ലാക്റ്റിക് ആസിഡ് ടേക്സ് പ്ലേസ് ഇൻ ഹ്യൂമൻ ബോഡി. അപ്പോൾ ആദ്യത്തേത് എന്താണ്? ലാക്റ്റിക് ആസിഡാണ്. പൈറോവിക് ആസിഡ് ബാക്ടീരിയ, ലാക്റ്റിക് ആസിഡ്, പൈറോവിക് ആസിഡ് ഈസ്റ്റ്, ആൽക്കഹോൾ. അപ്പോൾ നമുക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഫോർമേഷൻ ഓഫ് ലാക്റ്റിക് ആസിഡ് ടേക്സ് പ്ലേസ് ഇൻ ഹ്യൂമൻ ബോഡി. അത് ഏത് സർക്കംസ്റ്റൻസിലാണ്? അപ്പം ഡ്യൂറിങ് ഹാർഡ് ഫിസിക്കൽ ലേബർ ദ മസിൽസ് ഡു നോട്ട് ഗെറ്റ് ഇനഫ് ഓക്സിജൻ ടു പ്രൊഡ്യൂസ് ഇനഫ് എനർജി. അപ്പോൾ ഭയങ്കരമായിട്ടുള്ള കഠിനാധ്വാനം ചെയ്യുന്ന ആൾക്കാർക്ക് മസിൽസ് എന്താണ്? ഓക്സിജൻ വേണ്ടത്ര കിട്ടുകയില്ല. ദെൻ ദ സെൽസ് അഡോപ്റ്റ് അനോബിക് റെസ്പിറേഷൻ ടു പ്രൊഡ്യൂസ് എനർജി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Give reason for each of the following. Glucose and amino acid are not present in urine. Okay. Difference in the diameters of a front vessel and different vessel held in ultrafiltration. അപ്പോൾ ഗ്ലൂക്കോസ് ആൻഡ് അമിനോ ആസിഡ് ആർ നോട്ട് പ്രസൻറ്റ് ഇൻ യൂറിൻ. അപ്പം
Glomerular filtrate flows through a renal tubule. The glucose and amino acids are completely reabsorbed from the glomerular filtrate into a peritubular capillary. ഇനി അടുത്ത ഡിഫറൻസ് ഇൻ ദ ഡയമീറ്റർ ഓഫ് അഫറൻറ്റ് വെസൽ ആൻഡ് ഡിഫറൻറ്റ് വെസൽ ഹെൽപ്പ് ഇൻ അൾട്രാഫിൽട്രേഷൻ. ഡിഫറൻസ് ഇൻ ഡയമീറ്റർ ഇൻഫ്ലുവൻസ് ഫ്ലോ ഓഫ് ബ്ലഡ് ത്രൂ ഗ്ലോമറൽസ് ആൻഡ് ഫോംസ് ഹൈ പ്രഷർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അനലൈസ് ദ സിറ്റുവേഷൻ ഗിവൻ ബിലോ, ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ദ ലീവ്സ് ഓഫ് ടച്ച് മീ നോട്ട് പ്ലാന്റ് ഫോൾഡ് വെൻ ടച്ച്ഡ് അപ്പ്, ക്ലൈംബേഴ്സ് ഗ്രോ അറൗണ്ട് എ സപ്പോർട്ട്. ടച്ച് മീ നോട്ട് തൊടുമ്പോത്തിൽ തന്നെ തൊട്ടാവാടി ഇലകൂമ്പുന്നു, അതേപോലെ തന്നെ ക്ലൈംബേഴ്സ് ഗ്രോ അറൗണ്ട് എ സപ്പോർട്ട്. ഇതിന് എന്താണ് മൂവ്മെൻറ്റ്? ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റ് ഇൻ സിറ്റുവേഷൻ. ഇതിന് ഫസ്റ്റ് ടച്ച് മീ നോട്ടിൻ്റെ സിറ്റുവേഷൻ എന്താണ്? നാസ്റ്റിക് മൂവ്മെൻ്റ് ആണ്. നാസ്റ്റിക് മൂവ്മെൻറ്റ്. മറ്റേതെന്താണ്? ട്രോപ്പിക് മൂവ്മെൻ്റ് ആണ്. ട്രോപ്പിക്. അപ്പം നാസ്റ്റിക് മൂവ്മെൻറ്റും ട്രോപ്പിക് മൂവ്മെൻറ്റും. ഹൗ ഡു ദീസ് മൂവ്മെൻറ്റ് ഡിഫർ ഫ്രം ഈച്ച് അതർ? ഇത് എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? എങ്ങനെയാണ്? ട്രോപ്പിക് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ ഓഫ് പ്ലാന്റ് മൂവ്മെൻറ്റ് ഈസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഡയറക്ഷൻ ഓഫ് സ്റ്റിമുലസ്. ഡയറക്ഷൻ ഓഫ് സ്റ്റിമുലസും ഡയറക്ഷൻ ഓഫ് പ്ലാന്റ് മൂവ്മെൻറ്റും ഒരേ ഇതിലായിരിക്കും. നാസ്റ്റിക് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസ് നോട്ട് അക്കോർഡൻസ് വിത്ത് ദ സ്റ്റിമുലസ്. ദ ഡയറക്ഷൻ ഓഫ് എ പ്ലാന്റ് മൂവ്മെൻറ്റ് ഈസ് നോട്ട് അക്കോർഡൻസ് വിത്ത് ദ സ്റ്റിമുലസ്. ഇനി അടുത്ത 10ാമത്തെ ചോദ്യം നോക്കാം. ഡീജനറേറ്റീവ് ചേഞ്ചസ് ഡ്യൂ ടു ഓൾഡ് ഏജ്, ഡാമേജ് ടു കാർട്ടിലേജ്. ഇത് എന്തിൻ്റെ ലക്ഷണമാണ് എന്നാണ് പറയേണ്ടത്. ഇതെന്താണ്? റൊമാറ്റിക് ആർത്രൈറ്റിസ് ആണ്. എന്താണ്? റൊമാറ്റിക് ആർത്രൈറ്റിസ്. രണ്ടാമത്തെ സിംറ്റംസ് നോക്കാം. ബോൺസ് ബിക്കം ബ്രിറ്റിൽ ആൻഡ് കോസ് ഫ്രാക്ചർ, സിവിയർലി എഫക്ട്സ് ദ ഹിപ്പ് ബോൺ, റിസ്റ്റ് ആൻഡ് വെർട്ടിബ്രൽ കോളം. ഇത് എന്തിൻ്റെ ലക്ഷണമാണ്? ഓസ്റ്റിയോപൈറോസിസ്. വാട്ട് ഈസ് ദ കോസ് ഓഫ് ദി ഡിസോർഡർ മെൻഷൻഡ് ഇൻ ബി? ഈ ഓസ്റ്റിയോപൈറോസിന് എന്താണ് കാരണം? എന്താണ്? ഡെഫിഷ്യൻസി ഓഫ് കാൽഷ്യം, അല്ലെങ്കിൽ ഡെഫിഷ്യൻസി ഓഫ് വിറ്റാമിൻ ഡി, അല്ലെങ്കിൽ ഡിഫക്ട്സ് ഇൻ മെറ്റബോളിക് ആക്ടിവിറ്റീസ്. എന്തൊക്കെയാണ്? ഡെഫിഷ്യൻസി ഓഫ് കാൽസ്യം, ഡെഫിഷ്യൻസി ഓഫ് വിറ്റാമിൻ ഡി. ഇനി 11ാമത്തെ ചോദ്യം നോക്കാം. വെൻ വി എൻഗേജ് ഇൻ കണ്ടിന്യൂസ് ആൻഡ് സ്ട്രെയിനസ് എക്സസൈസ്, മസിൽസ് ടെമ്പറലി ലൂസ് ദെയർ പവർ ഓഫ് കോൺട്രാക്ഷൻ. നെയിം ദ കണ്ടീഷൻ മെൻഷൻഡ് ഹിയർ. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ഹാർഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പ്രശ്നത്തിന് എന്താ പറയുക? മസിൽ ഫാറ്റിക് എന്നാണ് പറയുക. എന്താണ് പറയുക? മസിൽ ഫാറ്റിക്. മസിൽ ഫാറ്റിക്. മസിൽ ഫാറ്റിക്. മസിൽ ഫാറ്റിക്. Why continuous and strenuous exercise led to this condition? Lactic acid accumulates in the muscles due to anaerobic respiration. This increases acidity in muscles and slows down the action of many enzymes associated with the muscle contraction. Lactic acid accumulates in the muscles due to anaerobic respiration. Anaerobic respiration കാരണം ലാക്റ്റിക് ആസിഡ് കുന്നുകൂടുന്നു. അപ്പോൾ ഇതെന്താണ്? മസിൽസിൻ്റെ അസിഡിറ്റി കൂട്ടുന്നു. അതേപോലെ തന്നെ ഇറ്റ് സ്ലോസ് ഡൗൺ ദ ആക്ഷൻ ഓഫ് മെനി എൻസൈംസ് അസോസിയേറ്റഡ് വിത്ത് മസിൽ കോൺട്രാക്ഷൻ. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഈ രണ്ട് ഫിഗേഴ്സ് നോക്കുക. ഐഡൻറ്റിഫൈ എക്സ്, വൈ, എക്സ്, സെഡ്. റൈറ്റ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് വൈ ഇൻ പ്ലാന്റ് ഗ്രോത്ത്. അപ്പോൾ എക്സും വൈയും സെഡും എന്താണെന്ന് നോക്കാം. എന്താണ്? എക്സ് എന്ന് പറയുന്നത് എപ്പിക്കൽ മെരിസ്റ്റം. എന്താണ്? എക്സ് എപ്പിക്കൽ മെരിസ്റ്റം. എപ്പിക്കൽ മെരിസ്റ്റം. ഇതെന്താണ്? വൈ എന്ന് പറയുന്നത് സെഡ് എന്താണ്? ഇൻ്റർ കാലറി മെരിസ്റ്റം. എന്താണ്? ഇൻ്റർ കാലറി മെരിസ്റ്റം. ഇൻ്റർ കാലറി മെരിസ്റ്റം. ഓക്കെ. ഇനി അടുത്തത് വൈ ഇൻ ദ പ്ലാന്റ് ഗ്രോത്ത്. എന്താണ് ലാറ്ററൽ മെറിസ്റ്റത്തിൻ്റെ സിഗ്നിഫിക്കൻസ്? നാച്ചുറൽ മെറിസ്റ്റം ഹെൽപ്സ് ഇൻ ദ ഇൻക്രീസ് ഓഫ് ബർത്ത് ഓഫ് സ്റ്റെം ആൻഡ് റൂട്ട് സീൻ ഓൺലി ഇൻ ഡൈക്കോട്ട് പ്ലാന്റ്സ്. Lateral meristem helps to increase the girth of stem and root seen only in dicot plants. അപ്പോൾ 3 തരം സിസ്റ്റമാണുള്ളത്, മെരിസ്റ്റമാണുള്ളത്. എപ്പിക്കൽ മെരിസ്റ്റം, അതേപോലെ തന്നെ ലാറ്ററൽ മെരിസ്റ്റം, ഇൻ്റർ കാലറി മെരിസ്റ്റം. ഓക്കെ. എപ്പിക്കൽ മെരിസ്റ്റം എന്ന് പറഞ്ഞാൽ ഹെൽപ്സ് ടു ഇൻക്രീസ് ദ ലെങ്ത് ഓഫ് റൂട്ട് ആൻഡ് സ്റ്റെം. ലാറ്ററൽ മെരിസ്റ്റം ഹെൽപ്സ് ടു ഇൻക്രീസ് ദ ഗർത്ത് ഓഫ് സ്റ്റെം ആൻഡ് റൂട്ട് സീൻ ഓൺലി ഇൻ ഡെക്കോട്ട് പ്ലാന്റ്സ്. ഇൻ്റർകാലറി മെരിസ്റ്റം എന്ന് പറഞ്ഞാൽ ഹെൽപ്സ് ടു ഇൻക്രീസ് ദ ലെങ്ത് ഓഫ് ദ സ്റ്റെം സീൻ എബവ് ദ നോട്ട്സ് ഓഫ് ദ മോണോകോട്ട് പ്ലാന്റ്സ്. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. Analyze the statement and answer the following question. Changes quite different other stages occur in old age.
List any two physical peculiarities that make this stage different from the other state. എന്താണ്? ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഓൾഡ് ഏജസ് ആണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. എന്താണ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഓൾഡ് ഏജ്? എന്താണ്? റേറ്റ് ഓഫ് സെൽ ഡിവിഷൻ ഡിക്രീസസ്, അവൈലബിലിറ്റി ഓഫ് ഓക്സിജൻ ടു സെൽസ് ഡിക്രീസസ്, deterioration of cells increase, muscles shrink, production of energy decreases, efficiency of. ഇതിലേതെങ്കിലും 2 പോയിന്റ് എഴുതിയാൽ മതി. ഇനി അടുത്ത ചോദ്യം, വൈ ഷുഡ് ബി അവർ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് elderly people? Elderly people should given care and love. They must be given recognition. We must honor in their opinion and advice. Okay, arrange the given step of blood circulation in the correct order starting from the right atrium. അപ്പോൾ കറക്റ്റ് ഓർഡറിൽ എഴുതാനാണ്. അപ്പോൾ ഫസ്റ്റ് എന്താണ് സംഭവിക്കുന്നത്? ഫസ്റ്റ് സ്റ്റെപ്പ്, ബ്ലഡ് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡി റീച്ചസ് ദ റൈറ്റ് ആർട്ടിയം. ഓക്കെ, അതാണ് ഫസ്റ്റ് പ്രൊസീജിയർ. രണ്ടാമത്തേത്, റൈറ്റ് വെൻട്രിക്കിൾ റിസീവ്സ് ബ്ലഡ് ത്രൂ എ ട്രൈസ്ക്യൂപിഡ് വാൾവ്. അതാണ് രണ്ടാമത്തേത്. ഓക്കെ, മൂന്നാമത്തെ എന്താണ്? റൈറ്റ് വെൻട്രിക്കിൾ കോൺട്രാക്റ്റ്. നാലാമത്തേത്, ബ്ലഡ് പാസ് ത്രൂ ദ പൾമിനറി ആർട്ടറി ടു ലങ്സ്. ബ്ലഡ് റീച്ചസ് ദ ലെഫ്റ്റ് ആർട്ടിയം ത്രൂ ദ പൾമിനറി വെയിൻസ്. ലെഫ്റ്റ് വെൻട്രിക്കിൾ റിസീവ്സ് ബ്ലഡ് ത്രൂ ദ ബൈക്യൂസ്പിഡ് വാൾവ്. അപ്പോൾ അത്രയാണ് ഈ ഒരു പ്രൊസീജിയർ, ബ്ലഡ് സർക്കുലേഷൻ. ഇനി അടുത്തത്, ഒബ്സർവ് ദ ഫിഗർ റിലേറ്റഡ് ടു ബ്രീത്തിങ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഇവിടെ എയർ, എക്സ്, വൈ. ഐഡൻറ്റിഫൈ ദ സ്റ്റെപ്പ് ഓഫ് ബ്രീത്തിങ്. ഇത് എന്താണ് സ്റ്റെപ്പ് ഓഫ് ബ്രീത്തിങ്? ഏതാണ് ഇത്? ഇൻസ്പിറേഷൻ ആണ്. എന്താണ്? ഇൻസ്പിറേഷൻ. ഓക്കെ, ഇൻസ്പിറേഷൻ. നെയിം ദ പാർട്ട് ഇൻഡിക്കേറ്റഡ് എക്സ് ആൻഡ് വൈ. അപ്പോൾ എക്സും വൈ ഏതാണെന്ന് എഴുതാൻ. എക്സ് എന്ന് പറയുന്നത് ഇൻ്റർകോസ്റ്റൽ മസിൽസ്. ഓക്കെ, മറ്റേത് വൈ എന്ന് പറയുന്ന മസിൽസ് ഓഫ് ഡയഫ്രം. ഇൻ്റർകോസ്റ്റൽ മസിൽസും മസിൽസ് ഓഫ് ഡയഫ്രം. ഇനി അടുത്തത്, ഹൗ ഡസ് ദ കമ്പൈൻഡ് ആക്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ഹെൽപ്സ് ഇൻ ദിസ് പ്രോസസ്സ്? റിബ്സ് റൈസസ് ഡ്യൂ ടു ദ കോൺട്രാക്ഷൻ ഓഫ് ഇൻ്റർകോസ്റ്റൽ മസിൽസ്. ഡയഫ്രം കോൺട്രാക്ട്സ്, വോളിയൂം ഓഫ് thoracic cavity increase. ഇനി അടുത്ത് നോക്കാം. അടുത്തത്, മേക്ക് സ്യൂട്ടബിൾ പെയേഴ്സ് യൂസിങ് ദ ഇൻഫർമേഷൻ ഗിവൻ ദ ബോക്സസ് എ ആൻഡ് ബി ബേസ്ഡ് ഓൺ ദ മോഡൽ. ഓക്കെ, dark colored inner part of the kidney. Dark colored inner part of the kidney, medulla. Okay, reabsorption and secretion take place, renal tube. The blood vessels that comes out of the Bowman's capsule, efferent vessels. Okay, region where urine from the filters flows into pelvis. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. 17ാമത്തെ ചോദ്യം, ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ഫോളോയിങ്. ഇതെന്താണ്? കാർഡിയാക് മസിൽ ആണ്. കാർഡിയാക് മസിലാണ്. ഇതെന്താണ്? കാർഡിയാക് മസിൽ. ഇതെന്താണ്? സ്മൂത്ത് മസിൽ. ഓക്കെ, കാർഡിയാക് മസിലും സ്മൂത്ത് മസിലുമാണ്. റൈറ്റ് എനി ടു പെക്യുലാരിറ്റീസ് ഓഫ് ദ മസിൽ ഇൻഡിക്കേറ്റഡ് ആസ് വൈ. വൈ എന്ന് പറയുന്നത് ഏതാണ്? സ്മൂത്ത് മസിലാണ്. അതിൻ്റെ 2 പെക്യുലാരിറ്റീസ് എഴുതാനാണ്. സീൻ ഇൻ ഇൻറ്റേർണൽ ഓർഗൻസ് ലൈക്ക് സ്റ്റൊമക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആൻഡ് ബ്ലഡ് വെസൽ. സ്പിൻഡിൽ ഷേപ്ഡ് സെൽസ്, നോ സ്റ്റിറേഷൻസ്, മേക്ക് ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്സ് പോസിബിൾ. ഓക്കെ, ഇനി അടുത്തത്, മെൻഷൻ എനി വൺ സിമിലാരിറ്റി ബിറ്റ്വീൻ ദീസ് 2 മസിൽസ്. ഇത് രണ്ടും തമ്മിലുള്ള എന്തെങ്കിലും സിമിലാരിറ്റീസ് എഴുതാനാണ്. മേക്ക് ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്സ് പോസിബിൾ. ഇനി അടുത്ത ചോദ്യം നോക്കാം. 18ാമത്തെ ചോദ്യം, പ്രിപ്പയർ 3 major concepts to be included in an awareness program on the importance of exercise based on the given hints. ഓക്കെ, ഹാർട്ട് എന്താണ്? എക്സസൈസ് ഇൻക്രീസസ് ബ്ലഡ് സർക്കുലേഷൻ ഓൾ ഓവർ ദ ബോഡി. എക്സസൈസ് ഇൻക്രീസസ് ബ്ലഡ് സർക്കുലേഷൻ ഓൾ ഓവർ ദ ബോഡി. കാർഡിയാക് മസിൽസ് ബിക്കം സ്ട്രോങ്. ലങ്സിനാച്ചാലോ എക്സ്ചേഞ്ച് ഓഫ് റെസ്പിറേറ്ററി ഗ്യാസസ് ബിക്കംസ് മോർ എഫക്റ്റീവ്. വൈറ്റൽ കപ്പാസിറ്റി ഇൻക്രീസസ്. മസിൽസ്, മോർ കാപ്പിലറിറ്റീസ് ആർ ഫോംഡ് ഇൻ മസിൽസ്, ഇൻക്രീസസ് ദ എഫിഷ്യൻസി ഓഫ് മസിൽസ്. ഇനി അടുത്ത 19ാമത്തെ ചോദ്യം നോക്കാം.
Analyze the statements given in the box and arrange them in the following suitably. ഇവിടെ മൈറ്റോസിസും മീസോസിസും തന്നിട്ടുണ്ട്. അപ്പോൾ ഏതാണ് എന്ന് നമ്മൾ എഴുതാം. ഫസ്റ്റ് വൺ എന്താണ്? നോ ചേഞ്ച് ഇൻ ദ ക്രോമസോം നമ്പർ. അതെവിടെ വരും? മീറ്റോസിസിൽ വരും. ഓക്കെ, നോ ചേഞ്ച് ഇൻ ദ ക്രോമസോം നമ്പർ. ഇനി അടുത്ത് ഹെൽപ്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഗാമെറ്റ്സ്. അത് ഏതിലാണ് വരുന്നത്? ഹെൽപ്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് മീസോസിസിലാണ് വരുന്നത്. ഒക്കേഴ്സ് ഇൻ ജെർമിനൽ സെൽസ്. ഒക്കേഴ്സ് ഇൻ ജെർമിനൽ സെൽസ് അതും മീസോസിസിലാണ് വരുന്നത്. ക്രോമസോം നമ്പർ ബിക്കംസ് ഹാഫ്. അത് ഏതിലാണ് വരുന്നത്? ക്രോമസോം നമ്പർ ബിക്കംസ് ഹാഫ്, അതും മീസോസിസിലാണ് വരുന്നത്. ഒക്കേഴ്സ് ഇൻ സൊമാറ്റിക് സെൽസ് ഹെൽപ്സ് ഇൻ ദ ഗ്രോത്ത് ഓഫ് ദി ബോഡി. അത് രണ്ടും വരുന്നത് മെറ്റോസിസിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ ഓഫ് സെൽ ഡിവിഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. അപ്പോൾ 46, 23, 23. ഓക്കെ, നെയിം ദ ടൈപ്പ് ഓഫ് സെൽസ് സെൽ ഡിവിഷൻ ഇൻഡിക്കേറ്റ്. ഇത് ഏത് ടൈപ്പ് സെൽ ഡിവിഷൻ ആണ്? എന്താണ്? മീസോസിസ്. എന്താണ്? മീസോസിസ് ആണ്. മീസോസിസ്. ഇനി അടുത്ത എന്താണ്? ഐഡൻറ്റിഫൈ ദ സെൽസ് ഇൻഡിക്കേറ്റഡ് ആസ് ഫസ്റ്റ്, സെക്കൻഡ്. ഓക്കെ, ഫസ്റ്റിൽ എന്താണ്? ഓവം. ഓക്കെ, രണ്ടാമത്തേതിൽ പോളാർ ബോഡീസ്. What is the difference between first and two? The stage 1 meiosis, the number of chromosomes in the daughter cells is half the number of chromosomes in the mother cell. Stage 2 meiosis 2, the chromosome number is not reduced in the daughter cell. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Complete the illustration suitably based on the hints. A and B are enzymes, C and D are functions. ഇപ്പോൾ ഗാസ്ട്രിക് ജ്യൂസ് ഇതേതാണ്? കൺവേർട്ട് പ്രോട്ടീൻസ് ടു പെപ്റ്റോൺസ് പാർഷ്യലി. ഇതെന്താണ്? പെപ്സിൻ ആണ്. എന്താണ്? പെപ്സിൻ. ഇതെന്താണ്? പെപ്സിൻ. ഓക്കെ, ഡൈജസ്റ്റ് ഫാറ്റ്സ് പാർഷ്യലി. ഗാസ്ട്രിക് ലിപ്പേഴ്സ്. പിന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡ് കിൽസ് ദ ഡിസീസ് കോസിങ് മൈക്രോബ്സ് ദാറ്റ് എൻറ്റർ അവർ ബോഡി ത്രൂ food, regulates the pH necessary for affecting the process of digestion. ഇനി മ്യൂക്കസ് എന്ന് പറയുന്നത് പ്രൊട്ടക്ട്സ് ദ വാൾസ് ഓഫ് ദ സ്റ്റൊമക്ക് ഫ്രം ദ ആക്ഷൻ ഓഫ് ഹൈഡ്രോളിക് ആസിഡ് ആൻഡ് എൻസൈംസ്. ഇനി അടുത്ത് നോക്കുക. ഇതെന്താണ്? എക്സും വൈയും. ഇതെന്താണ്? ഒന്ന് പ്രൊഫേസും ഒന്ന് മെറ്റാഫേസുമാണ്. പ്രൊഫേസും മെറ്റാഫേസുമാണ്. മെറ്റാഫേസ്. വാട്ട് ആർ ദ മേജർ ചേഞ്ചസ് ദാറ്റ് ഒക്കർ ഇൻ ദ സെൽ ഡ്യൂറിങ് എക്സ് ആൻഡ് വൈ? എന്താണ് ഈ സ്റ്റേജസ് വരുന്നത്? എന്താണ് മാറ്റങ്ങൾ വരുന്നത്? ഇപ്പം പ്രോഫേസിൽ ദ ക്രോമാറ്റിൻ റെക്ടിക്യൂലം കണ്ടൻസസ് ടു ഫോം ക്രോമസോം. ദ ന്യൂക്ലിയസ് ആൻഡ് ന്യൂക്ലിയർ മെംബ്രെയിൻ ഡിസപ്പിയർ. സ്പിൻഡിൽ ഫൈബേഴ്സ് ആർ ഫോംഡ് ഫ്രം സെൻട്രിയോൾസ്. മെറ്റഫേസ് എന്താ വരുന്നത്? ക്രോമസോംസ് ഗെറ്റ് അറേഞ്ച്ഡ് ലീനിയർലി അറ്റ് ദ സെൻറ്റർ ഓഫ് ദ സെൽ. Spindle fiber get attached to the centromeres of the chromosome. ഇനി അടുത്തത് വാട്ട് ആർ ദ സ്റ്റേജസ് ഓഫ് അതർ സ്റ്റേജസ് ഓഫ് ദിസ് അനഫേസും ആൻഡ് ടെലോഫേസും. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എക്സും വൈ ഏതാണെന്നാണ്. എന്താണ്? സൈനോവിയൽ ഫ്ലൂയിഡും അതേപോലെ കാർട്ടിലേജുമാണ്. സൈനോവിയൽ ഫ്ലൂയിഡും കാർട്ടിലേജുമാണ്. സൈനോവിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ആക്ട് ആസ് എ ലൂബ്രിക്കൻറ്റ് ഇൻ ടു ദ സ്പേസ് ബിറ്റ്വീൻ ദ ബോൺസ് ആൻഡ് റെഡ്യൂസ് ഫ്രിക്ഷൻ. ആക്ട് ആസ് ലൂബ്രിക്കൻറ്റ് ഇൻ ടു ദ സ്പേസ് ബിറ്റ്വീൻ ബോൺസ് ആൻഡ് റെഡ്യൂസ് ഫ്രിക്ഷൻ. വൈ കാർട്ടിലേജ് എന്ന് പറഞ്ഞാൽ അത് റെഡ്യൂസസ് ദ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ബോൺസ്.